Good day, dear students. Welcome to another session on the principles of management. Well, we have finished the first module in principles of management. We've gone through its meaning, its definitions, its important features, and all those things. This time we shall be dealing with planning. In fact, the second module is all about planning. What is planning? What is its meaning? What are the different definitions of planning? What are the objectives of planning? The answers to all these questions will be found in this session. So let's get into planning. All organizations, whether it is the government, a private business, or small businessmen, require planning to turn their dreams of increase in sale, earning high profit, and getting success in business. All businessmen have to think about future, make predictions, and achieve targets. To decide what to do, how to do, and when to do, all these things involve planning. Planning എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഉത്ഭവത്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ വിഷൻ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഗോൾസ് എന്താണ്. ആൻഡ് ഈ ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ മിനി ഗോൾസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ അച്ചീവ് ചെയ്യും, വാട്ട് ടു ഡു, എങ്ങനെ ഇത് ചെയ്യുമെന്നുള്ളത്. അതുപോലെ വെൻ ടു ഡു, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വെൻ, ടൈം. ഇൻ ഫാക്ട് പ്ലാനിങ് ഇൻവോൾവ്സ് റൈറ്റ് ടൈമിങ്. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചു, എന്നാൽ സമയാസമയങ്ങളിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഫെയിലിയർ. പ്ലാനിങ് മിസ്ഫയർസ്. സോ പ്രോംപ്റ്റ് ടൈമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് പ്ലാനിങ് ഈസ് കൺസേൺഡ്. നൗ മീനിങ്. Planning can be defined as thinking in advance what is to be done, when it is to be done, how it is to be done, and by whom it should be done. In simple words, we can say planning bridges the gap between where we are standing today and where we want to reach. Now, planning എന്ന് പറയുന്നതിന് മുൻപ് one thing is very important. Planning is all geared to the future. ഇപ്പോൾ എന്ത് സാധിക്കും എന്നതിലല്ല ഈ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അരമണിക്കൂർ, അടുത്ത ഒരു മണിക്കൂർ, ഇപ്പോൾ ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ എന്താണ് സാധിച്ചെടുക്കാൻ അച്ചീവ് ചെയ്യേണ്ടത്, നാളെ എന്താണ് എൻ്റെ ടാർഗറ്റ്, ഈ മാസം അവസാനം എന്താണ് എൻ്റെ ടാർഗറ്റ്, 6 months കഴിഞ്ഞാൽ എന്താണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, എൻ്റെ ടാർഗറ്റ്സ്. വർഷാവസാനം എന്താണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ്, വിഷൻസ്, ടാർഗറ്റ്സ്. 5 വർഷത്തിന് ശേഷം, ഇനി അതല്ല 10-20 വർഷത്തിന് ശേഷം എന്തായിരിക്കണം, എന്ത് ആവണം, എന്ത് നേടണം എന്നതാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിച്ച് മീൻസ് എവറിത്തിങ് ഈസ് ഗിയർഡ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ. From where I stand today and what will I be or what should I achieve in the next 6 months, 1 year, 10 year, 20 year, 25-year plan. That is what makes planning, thinking in advance. Planning involves setting objectives and deciding in advance the appropriate course of action to achieve these objectives, so that we can also define planning as setting up of objectives and targets and formulating an action plan to achieve them. So 3 things is what I'd like to highlight over here. One thing is objectives. നമ്മുടെ ഗോൾ എന്താണ്, വിഷൻ എന്താണ്, അത് എന്താണെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു in the first place. What should be our objectives? Set the objectives and goals beforehand. എന്തുമായിക്കോട്ടെ, അത് സെയിൽസ് ടാർഗറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർഷാവസാനം ഞാൻ അച്ചീവ് എൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇത്ര ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് 50 ലക്ഷത്തിൻ്റെയാണ്, 5 വർഷത്തിന് ശേഷം എനിക്ക് 50 കോടി റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കാവുന്ന ഒരു ലെവലിൽ എത്തണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ, വിഷൻ, ടാർഗറ്റ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. We have to decide, decision making process. Now, once we have set our goals, once we have set our targets, the next is we have to formulate an action plan
10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ 50 കോടിയുടെ ബിസിനസ് ഒരു വർഷത്തിനുള്ളിൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടായില്ല. ഞാൻ അത് അച്ചീവ് ചെയ്യാനായിട്ട്, അത് നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ സീരീസ് ഓഫ് ആക്ഷൻസ്, ഞാനത് നേരത്തെ പ്ലാൻ ചെയ്യണം. ഐ ഹാവ് ടു ഫോർമുലേറ്റ് ദോസ് പ്ലാൻ ഓഫ് ആക്ഷൻസ്. അത് ഞാൻ നിർവഹിച്ചാൽ മാത്രമേ ഈ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആക്ഷൻ പ്ലാൻ ഹാസ് ടു ബി സെറ്റ്, ഫോർമുലേറ്റഡ് ബിഫോർ ഹാൻഡ്. എന്നാലേ അത് പ്ലാനിങ് ആവുകയുള്ളൂ. Another important ingredient of planning is time. Plans are always developed for a fixed time period, as no business can go on planning endlessly. നമ്മുടെ ടൈം ഡ്യൂറേഷൻ എത്ര വേണമെങ്കിലും ആകാം. 2 ദിവസമാകാം, 1 മാസമാകാം, 6 മാസമാകാം, വർഷാവസാനമാകാം, 2 വർഷം കൂടുമ്പോഴാകും, ഞാൻ നേരത്തെ പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷം വേണമെങ്കിൽ ആകാം. നോ പ്രോബ്ലം. ഈവൻ നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് പോലും തീരുമാനിക്കുന്നത് ഓൺ എ 5-year basis ആണ്. 5-yearly plan എന്നാണല്ലോ പറയപ്പെടുന്നത്. സോ ഇറ്റ് ക്യാൻ ഗോ ഓൺ. പക്ഷേ ദർ ഹാസ് ടു ബി എ ടൈം ഡ്യൂറേഷൻ. ദർ ഷുഡ് ബി ആൻ എൻഡ് ടു ദിസ് ടൈം. 5 വർഷമെങ്കിൽ 5 വർഷം, 10 വർഷമെങ്കിൽ 10 വർഷം. എനിക്കിങ്ങനെ എൻഡ്ലെസ്ലി ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് പ്ലാൻ ആകുന്നില്ല. ദാറ്റ് ബിക്കംസ് ഓൺലി വിഷൻ, ഒരു ഐഡിയൽ ഗോൾ എന്നേ ഉള്ളൂ. നമ്മൾ അച്ചീവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. വെൻ ഡസ് എ ഡിസിഷൻ ബിക്കംസ് എ പ്ലാൻ? വെൻ ടൈം ഈസ് ഫിക്സ്ഡ്. ഒരു ടൈമിനൊരു പരിധി വേണം, പരിമിതി വേണം. ഇന്ന ടൈമിനുള്ളിൽ ഞാൻ ഇത് അച്ചീവ് ചെയ്യുമെന്ന് പറയുമ്പോഴേ അത് പ്ലാനിങ് ആകുന്നുള്ളൂ. അല്ലെങ്കിൽ നാളെ ആവാം, മറ്റന്നാളാവാം, ആ ദിവസം ഒരിക്കലും വരികയില്ല. വി ക്യാൻ ഓൾവേസ് കീപ്പ് ഓൺ പോസ്റ്റ്പോണിങ് തിങ്സ്. Keeping in mind the time dimension, we can define planning as setting objectives for a given time period, formulating various courses of action to achieve them, and then selecting the best possible alternative from the different courses of action. So, first, setting objectives. എപ്പോഴത്തേക്കാണ്? For a given time period. Time period has to be fixed. Then we have to formulate our actions, നേരത്തെ പറഞ്ഞതുപോലെ. And finally, എന്താ നമ്മൾ ചെയ്യേണ്ടത്? Now, we have set aside different courses of action. As time goes by, നമ്മൾ if you were to find out a better alternative, ഇതിനെക്കാട്ടിലും നന്നായിട്ട് വേറെ ഒരു രീതിയിൽ എനിക്ക് എൻ്റെ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ, then I have to go for that alternative. ഞാൻ കഴിഞ്ഞ വർഷം ഇതാണ് എൻ്റെ ടാർഗറ്റ്, അപ്പോൾ ഞാൻ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ തീരുമാനിച്ചു, ഇന്ന ചെയ്യണം. മാർക്കറ്റിങ്ങിൽ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ബോഡി കോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും, കുറെ കൂടെ ഏരിയാസ് ഞാൻ കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ വി ഹാവ് ടു ഗോ ടു ദ ഡീറ്റെയിൽസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമുക്ക് പല ഓപ്ഷൻസ് കാണും. ഉദാഹരണത്തിന് അഡ്വർടൈസിങ്. എൻ്റെ അഡ്വർടൈസിങ് സ്ട്രാറ്റജി, എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഹൗ കെൻ ഐ ഡിസൈഡ്? എൻ്റെ പരിമിതികളിൽ ഒതുങ്ങുന്ന, എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഓപ്ഷൻസ് ആയിരിക്കണം ഞാൻ ചൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് 50 കോടിയുടെ ബിസിനസ് എനിക്ക് വർഷാവസാനം അച്ചീവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു 5 കോടി ഞാൻ മാറ്റി വെച്ചേക്കുന്നു മാർക്കറ്റിങ്ങിന് വേണ്ടി, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടി. 5 കോടി ഈസ് നത്തിങ് ആസ് ഫാർ ആസ് പബ്ലിസിറ്റി ആൻഡ് മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ്. ഒരു ടെലിവിഷനിൽ ആഡ് ഇടണം എന്നുണ്ടെങ്കിൽ അത് തന്നെ വരും കോടികൾ. സോ ക്യാൻ ഐ അഫോർഡ് ദാറ്റ്? സോ എൻ്റെ ബജറ്റിൽ ദാറ്റ് മൈ നോട്ട് ബി ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്. So my best alternative would be print media, newspapers, magazines, അങ്ങനെ ആവാം. What are the different definitions for planning? According to George R. Terry, planning is the selecting and relating of facts and making and using of assumptions regarding the future in the visualization and formulation of proposed activities believed necessary to achieve desired results. Now, George Terry പറയുന്നത് വേറൊന്നുമല്ല. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഫാക്ട്സ്. ആദ്യമേ വി ഹാവ് ടു ഡു എ സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി. എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ്സ്, എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്നുള്ളത് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് നടത്തി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഹൂ ആർ മൈ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, അവരുടെ സ്പെൻഡിങ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എത്രയാണ്, അതിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണോ എൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത്, and all those things. So these involves a lot of scientific study. And what we have, facts is related to the past and the present. Planning involves, as I said, future. അപ്പോൾ that involves assumptions also. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, ഈ വർഷം എങ്ങനെയാണ്, അടുത്ത വർഷം എങ്ങനെയാകാം എന്ന് അസ്യൂം ചെയ്യുന്നതിനാണ് ഈ assumptions എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it is always regarded with future planning. So assumptions are involved. അത് ചുമ്മാ നമ്മൾ ഒരു ഗസ് വർക്ക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. We study and analyze the data collected, the facts collected
regarding the past and the present, and in a scientific and systematic way we have to assume things in the future. For example, where we use statistics ഉപയോഗിച്ചിട്ട് then we project the figures to the future. അതിപ്പോൾ ഗ്രാഫ് വഴിയോ whatever be the case, it's a scientific methodology. അടുത്ത വർഷം ഇങ്ങനെ ആകുന്നൊരു ഗട്ട് ഫീലിംഗിലൊന്നും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയല്ല. So a scientific way of assuming things in the future based on what we visualize what the future would be. Future is way ahead. പക്ഷെ ഇങ്ങനെ ആകും എന്ന് നമ്മൾ നേരത്തെ വിഷ്വലൈസ് ചെയ്ത് and we formulate our course of actions, activities, proposed actions. നമ്മൾ മുന്നോട്ട് ഇന്ന ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് to achieve our goals. And then, yes, it becomes planning. According to Henry Fayol, planning is deciding the best alternatives, among others, to perform different managerial operations in order to achieve the predetermined goals. So goals which are determined beforehand ആണ് predetermined goals എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് we have to look for different options. ആ ഓപ്ഷൻസ് കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ പരിമിതികളിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ചൂസ് ചെയ്യുക, ഓപ്റ്റിമം ഓൾട്ടർനേറ്റീവിനെ ചൂസ് ചെയ്യുക. This is what we call planning എന്നാണ് ഹെൻറി ഫേയുടെ അഭിപ്രായം. Generally speaking, planning is deciding in advance what is to be done. That is, a plan is a projected course of action. 5 വർഷത്തിന് ശേഷം എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നാളെ മുതൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Projected course of action. That is planning. Next is objectives of planning. Planning in organization serve to realize the following objectives. Number 1, to reduce uncertainty. We have no control about our future. What we can do is basically with the present. Past is past. Once it is over, we can't do anything about it. Future is yet to come. So we can't do something in the future unless we do something in the present. So the moment we speak about future, there is an element of uncertainty. Uncertainty എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഉറപ്പ് ഇല്ലായ്മ. This might be the result, this may not be the result. ഇങ്ങനെ ഒരു അൺസർട്ടൻ എന്നൊരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. സോ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കാം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അക്സെപ്റ്റിംഗ് ഫെയിലിയർ ബിഫോർ ഹാൻഡ്. വി ആർ ഡൂംഡ് ടു ഫെയിൽ. പ്ലാനിങ് ഓൺ ദി അതർ ഹാൻഡ് വിൽ റെഡ്യൂസ്, ഒരു പരിധിവരെ ഈ അൺസർട്ടനിനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്ലാനിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്, ടു ബ്രിങ് കോഓപ്പറേഷൻ ആൻഡ് കോഓർഡിനേഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു വലിയ സ്ഥാപനം അതിന്റെ സൈസ് എത്ര വലുതാകുന്നുവോ അത്രയും കൂടുതൽ എംപ്ലോയീസ്, സ്റ്റാഫ് ഉണ്ടാവും, പല പല ഡിപ്പാർട്ട്മെന്റ്സ് കാണും. ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനും കോഓപ്പറേഷനിൽ കൊണ്ടെത്തിക്കാനും പ്ലാനിങ് സഹായിക്കും. ഒരു കോമൺ ഗോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ച് സിനർജി വഴി ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇമാജിൻ ഒരു സ്ഥാപനത്തിന്റെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഗോൾസ്. നേരത്തെ പറഞ്ഞതുപോലെ പ്ലാനിങ്ങിന്റെ അതിന്റെ ഉദ്ഭവം തന്നെ, അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ വി ഹാവ് ടു ഡിറ്റർമിൻ what our goal is, what our objectives are, what is our vision. So a common goal വേണം എല്ലാവർക്കും. So everybody will be geared towards that common objective. Okay, and that is possible only if there is planning. So planning വഴി we are able to bring about cooperation and coordination in the organization. Third point, to bring economy in operations. Henry Fayol പറഞ്ഞ പോലെ the best alternative ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മുന്നിൽ പല കോഴ്സ് ആൻഡ് ആക്ഷൻസ് കാണുമായിരിക്കും. വാട്ട് ഈസ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഓപ്റ്റിമം വേ ഓഫ് അച്ചീവിങ് അവർ ഗോൾസ്? ദാറ്റ് ഇൻവോൾവ്സ് ബ്രിങ്ങിങ് ഇക്കോണമി ഇൻ ഓപ്പറേഷൻസ്. ഇക്കോണമി എന്ന് പറഞ്ഞ് വരുന്നത് ചെലവ് ചുരുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് ഓപ്പറേറ്റിംഗ് സോ ആസ് ടു അച്ചീവ് അവർ ഡിസൈർഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. Fourth, helps to anticipate unpredictable contingencies. There is a certain level of uncertainty. But when we do planning, we can reduce this level of uncertainty to a certain extent. And we can also anticipate things. Worst case scenario ഇന്നെ സംഭവിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ചെറിയ തോതിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്ക് ഉള്ള സ്ഥിതിക്ക് അടുത്ത വർഷവും ഈ സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് സാധ്യതയായിട്ടേ ഉള്ളൂ, ഇനി ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യും, അത് ജീവിക്കും എന്നുള്ളതിന് നേരത്തെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നല്ലോ. സോ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് അതാണ്. കണ്ടിൻജൻസി ഈസ് another word for emergencies, things which we haven't anticipated. So that is what we called anticipating unpredictable contingencies or emergencies. To achieve predetermined goals,
നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഗോളിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗോൾസ് തന്നെ ഇല്ലെന്നിരിക്കെ we don't have a future because we don't have any goals and objectives to achieve in the first place. ചുമ്മാ ഒരു സ്ഥാപനം തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്ന് മാത്രം കൊണ്ട് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങും എത്തിയില്ല. that organization has to run at a profit. ഈ പ്രോഫിറ്റിൽ നിന്നാണല്ലോ നമുക്ക് ഈ പറയുന്ന എല്ലാവർക്കും വേതനം കൊടുക്കാനായിട്ട് സാധിക്കുക, വേജസ് കൊടുക്കാനായിട്ട് സാലറി കൊടുക്കാനായിട്ട് സാധിക്കുക. ജോലി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 10 വർഷത്തിന് ശേഷവും ഈ പറയുന്ന സ്റ്റാഫിനും ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ the company should run at a profit. So I just gave you one example. We need goals. Basically that is what ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു കോമ്പറ്റീറ്റർ കാണും. ഒരുപക്ഷെ നമ്മൾ പൈനിയർ ആയിരിക്കും. പൈനിയർ എന്ന് പറഞ്ഞാൽ വി മൈറ്റ് ബി ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ്. പക്ഷേ നമ്മുടെ ഗ്രോത്ത്, നമ്മൾ പ്രോഫിറ്റ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ ഉടനെ they might also jump into the same business. So either you might have a competitor already in the market. നമ്മളെക്കാളും മുമ്പേ മാർക്കറ്റിൽ നേരത്തെ വന്നവരായിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ശേഷം വരുന്ന key players in the market. They can also be our competitors. ഈ കോമ്പറ്റീഷനെ നമുക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ we have to have plans. We can't leave it to mere luck. Yes, dear students, we have come to the end of this session. We will continue with the same planning in the next session. Until then, bye.